യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെ സ്വാഗതം ചെയ്യുന്നു. പെസഹാകാലം 7ാമത്തെ ആഴ്ച, തിങ്കളാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുക്രിസ്തു പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വചനഭാഗമാണ്. ഈ ഒരു വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമാകുക, ക്രിസ്തുനാഥൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉപമയിലൂടെയല്ല പറയുന്നത്, മറിച്ച് സാധാരണ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇതിനർത്ഥം എന്ന് പറയുക, നമ്മൾ കൂടുതലായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടന്നത് കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവുമായിട്ട് ചേർന്ന് നടക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഇടവകയിലെ ഓരോ യുവജനങ്ങളും, ചില യുവജനങ്ങളൊക്കെ ഉണ്ട്, KCOM ആകട്ടെ, ജീസസ് യൂത്ത് ആകട്ടെ, ദൈവത്തോടൊപ്പം പള്ളിയോടൊപ്പം ചേർന്ന് നടക്കുന്ന ചില കൂട്ടുകാരുണ്ട്. അവരുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ തുടക്കത്തിൽ അവർക്ക് സങ്കടകരമായ നിമിഷങ്ങളായിരിക്കും, ജോലിയില്ലാത്ത അവസ്ഥകളായിരിക്കും, അല്ലെങ്കിൽ പഠനത്തിലുണ്ടാകുന്ന പോരായ്മകളായിരിക്കും. എന്നാൽ ഇവർ ദൈവത്തോടൊപ്പവും പള്ളിയോടൊപ്പവും ചേർന്ന് നടക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ അവസാന കാലയളവിൽ അവർക്ക് കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതൊരു സാധാരണ ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. നമ്മൾ ക്രിസ്തുനാഥനോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് പല രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. എന്നാൽ ആ സങ്കടങ്ങളിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നവരുടെ ജീവിതത്തിൽ ആ സങ്കടങ്ങൾ എന്നും നിലനിൽക്കും. എന്നാൽ ക്രിസ്തുവാണ് എൻ്റെ സന്തോഷമെന്ന് കരുതിക്കൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിനെ ഒന്നും മാനിക്കാതെ ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എന്ന തിരിച്ചറിവോടുകൂടെ നടന്നു നീങ്ങുന്ന ഓരോരുത്തർക്കും അവസാന നാളുകളിൽ കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. കർത്താവ് നമ്മളോട് പറഞ്ഞത് അത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടം ഉണ്ടാകുമ്പോൾ ഞാൻ ഉദ്ധിതനായ ക്രിസ്തുനാഥൻ അവസാന കാലയളവിൽ വന്നപ്പോൾ നിങ്ങൾക്കായിട്ട് എല്ലാം തുറന്നു നൽകി എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക. സ്വർഗം വരെ തുറന്നു നൽകി എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത്. ആയതിനാൽ എൻ്റെ ജീവിതത്തിൽ സങ്കടമുണ്ടായാൽ പോലും അവയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കാം. കൂടുതൽ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.